പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുറുകുട്ടി. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെ കരിയറിൽ വിജയിക്കാനുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളെ ചാനലിലൂടെ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൗജന്യമായിട്ട് ലഭിക്കുന്ന കോഴ്സുകളെ പറ്റിയിട്ട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്കാണ് കൂടുതൽ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ പേഴ്സണൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അലീസൺ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അഥവാ ഓൺലൈനായിട്ട് പലതരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പല സൈറ്റുകളും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെയുള്ള കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ്റെ പേര് പറയുന്നത് അലീസൺ എന്നാണ്. അലീസൺ നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അലീസൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുതൽക്കേ കോഴ്സൊക്കെ ചെയ്തതാണ്. 2020 ഞാൻ കൊറോണൻ്റെ സമയത്ത് ഒരു കോഴ്സൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് മലയാളത്തിലല്ല ക്ലാസ്സുകൾ ലഭിക്കുന്നത്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവർ നിങ്ങൾക്ക് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള കോഴ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നുള്ളത്. കാരണം പലർക്കും നമുക്ക് കോഴ്സിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോഴും എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നുള്ളത് പലർക്കും അറിയാത്തൊരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അലീസനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇതുവഴി നമുക്ക് പലതരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കും. അലീസണിൽ സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാർഷികപരമായുള്ള കോഴ്സുകൾ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അലീസൺ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് IT, ലാംഗ്വേജ്, ഹെൽത്ത്, ടീച്ചിങ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് തുടങ്ങി ബിസിനസ്, എഞ്ചിനീയറിംഗ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മേഖലയിലെ കോഴ്സുകൾ നിങ്ങൾക്ക് IT-യിൽ തന്നെ AI ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷേ നിങ്ങൾ ഈ കോഴ്സ് ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇമെയിൽ IDയും ഒരു പാസ്വേഡ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമുക്ക് എന്ത് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ എന്തിൽ നമുക്ക് എൻ്റർ ചെയ്യുമ്പോഴും നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇമെയിൽ മുഖേനയാണ്. അപ്പോൾ ഇമെയിൽ മുഖേന നിങ്ങൾ എന്ത് ചെയ്യണം, ഇമെയിലിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളൊരു പാസ്വേഡ് യൂസർ നെയിം ഉപയോഗിച്ചിട്ട് എന്നിട്ട് വേണം നിങ്ങൾ ഈ ഓരോ കോഴ്സിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങളെ പേര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ പേര് അതിൽ എൻ്റർ വരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോഴ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആണെങ്കിൽ പോലും നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കില്ല. നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് സ്ക്രീനിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കോഴ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കോഴ്സിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ജോയിൻ ചെയ്യുക കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിന് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പലരും ചോദിക്കുന്നത് PSCക്ക് വാല്യൂ ഉണ്ടോ, അതുപോലെ തന്നെ മറ്റ് എക്സാമുകൾക്ക് വാല്യൂ ഉണ്ടോ എന്നാണ്. നമ്മളിത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമുകൾക്ക് ഉപയോഗിക്കുന്നതല്ല. മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്കില്ല് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മളെ ലേണിംഗ് നോളജ് വർദ്ധിപ്പിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് എല്ലാവരും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് പലതരത്തിലുള്ള അറിവുകളും അതുപോലെ തന്നെ നമ്മളെ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു UK-യിലുള്ള ഒരു അക്രഡിറ്റേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് CPD എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷനാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ, ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷനാണ് CPD എന്ന് പറയുന്നത്. അതിൻ്റെ സർട്ടിഫിക്കേഷനാണ് നമുക്ക് അവിടുന്ന് ഈ പറഞ്ഞ കോഴ്സുകൾക്ക് നൽകുന്നത്. ഇത് പുറമെ കൂടുതലും CPD ആണ് കാണാറുള്ളത്, അതുകൊണ്ട് CPD പറഞ്ഞിട്ടുള്ളത്. മറ്റ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏത് ഭാഷയിലും, ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. അതുപോലെ തന്നെ ഹിന്ദിയിലും ഉറുദുവിലും നമുക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്, ആപ്പിൽ പറയുന്നുണ്ട്. ഞാൻ ആപ്പിൽ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം, എങ്കിൽ പോലും നിങ്ങൾ എടുത്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ആപ്പ് പോലുമല്ല. ഏകദേശം 2022 കണക്ക് പ്രകാരം 25 മില്യൺ ആൾക്കാർ ഇതുവഴി എൻറോൾ ചെയ്തിട്ട് കോഴ്സുകളൊക്കെ പഠിച്ചു എന്നുള്ളത് അവരെ വെബ്സൈറ്റ് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഡിപ്ലോമ കോഴ്സുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് അലീസൺ ആപ്പിലൂടെ കൊടുക്കുന്നത്.
അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് എൻറോൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ മുമ്പ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.